ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു ഐക്യു നിയോ 10. ഐക്യു നിയോ 10 പ്രോയും പ്രോ പ്ലസ് ഒന്നും അല്ല, വെറും ഐക്യു നിയോ 10. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി സ്നാപ്ഡ്രാഗൺ 8s Gen 4ന്റെ ചിപ്സെറ്റ് വെച്ചിറക്കുന്ന ഒരേ ഒരു ഫോൺ. ആദ്യത്തെ ഫോൺ. നമുക്കിത് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പൊക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നു ഫോൺ. ചമല കളറാണ് കേട്ടോ, ഓറഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ചുമന്ന കളറാണ് നമ്മളെ കൈ ഇരിക്കുന്നത്. പെട്ടിയിലകത്തൊരു സർപ്രൈസ് ഉണ്ട്, അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ ബുക്കും പേപ്പറും ഒരു കേസ് തരണുണ്ട്, പെട്ടെന്ന് മറ്റേ മഞ്ഞാവണ കേസാണ്. പിന്നെ മറ്റേ സിമ്മ് കുത്തി ഇളക്കണ സാധനം, 120 വാട്ടിന്റെ ചാർജർ. ഈ ചാർജറിന് ഒരു പ്രത്യേകത ഉണ്ട്. യൂഷ്വലി നമ്മളുടെ നാട്ടിൽ ചാർജർ തരുന്ന സമയത്ത് അവർ തരുന്നത് ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ വെച്ച് വരുന്ന ചാർജറാണ്, വിച്ച് ഇസ് ഓൺലി ജോബ് ഈസ് ടു ചാർജ് എ സെൽഫോൺ. എന്നാൽ ഇത് തിരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് സി കാണാൻ പറ്റും. സോ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ആണിത്. ദിസ് ഈസ് എ PD ചാർജർ. എന്താണ് PD ചാർജർ? എന്താണ് PD ചാർജർ? കുറെ നാളായിട്ട് ചാനൽ കാണാനല്ലേ, പറഞ്ഞു പോയാൽ മതി. ഇവിടെ തെണ്ടുകളെ പരുങ്ങല്ലേ, ഉത്തരം അറിയത്തില്ലെങ്കിൽ അറിയാമെന്നുള്ള ഫുൾ കോൺഫിഡൻസ് അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കും. ഇതുപോലെ അത് തന്നെ. നിങ്ങൾക്ക് ഈ ഒരു ചാർജർ വെച്ച് നിങ്ങൾക്ക് ഫോണും ചാർജ് ചെയ്യുക, നിങ്ങൾക്ക് എന്തും ചാർജ് ചെയ്യുക, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വരെ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാക്ബുക്ക് എയറോ അല്ലെങ്കിൽ ഇൻ്റലിൻ്റെ ഈവോ സീരീസ് സപ്പോർട്ടുള്ള ലാപ്ടോപ്പുകളിൽ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അത് പെട്ടിയിലകത്ത് ഐക്യു തരുന്നുണ്ട്. പൊളിയടേ ജിങ്കാങ്കി. കണ്ടില്ലേ ഗൈസ്, ഓറഞ്ച് പോലെ കളർ ഇരിക്കുന്ന റെഡ്, ഇതിന്റെ പേരാണ് ഫ്ലെയിമിംഗ് ഡ്രാഗൺ. അയ്യോ അങ്ങനെയല്ലല്ലോ, എന്തിനാ നിന്റെ പേര്? ഇൻഫെർണോ റെഡ്. വേറൊരു കളറും കൂടെ ഉണ്ട്, ടൈറ്റേനിയം ക്രോം എന്നാണ് അതിന്റെ പേര്. ഈ മേടിക്കുകയാണെങ്കിൽ ഈ കളർ മേടിക്കാനാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടെ ഒരു സ്പോർട്ടി റേസി ലുക്ക് ഉണ്ട്. അപ്പൊ എന്തിനായാലും ഞാനതൊന്ന് ബൂട്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് യൂസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വരാം കേട്ടാ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ ഈ സാധനം ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പൊളപ്പം ഫോൺ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ അവസാനം പറയാം. എന്തിനാണെങ്കിലും ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ഫോൺ ടു കം വിത്ത് സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഗംഭീര ഡിസൈനാണ് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്, പ്ലാസ്റ്റിക് ബാക്കുമാണ്. കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, പോളികാർബണേറ്റിൻ്റെ തന്നെ. നമുക്ക് നമ്മുടെ ഐക്യു 13 പോലത്തെ ഒരു ഡിസൈൻ പരിപാടിയാണ് അവർ ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സൈഡിലൊന്നും ലൈറ്റ് ഒന്നും കത്തൂല. പിന്നെ നമുക്ക് 8.9 മില്ലിമീറ്ററിൻ്റെ ഒരു തിക്നെസ് ആണ് ഇവിടെ വരുന്നത് ഫ്രെയിം. ആൻഡ് വി ഹാവ് ഒരു 206 ഗ്രാം ആണ് പെട്ടിയിൽ എഴുതിയിരിക്കുന്നത്. 206 ഗ്രാമിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. സോ ഒബ്വിയസ്ലി വെയിറ്റ് കാണും, ബട്ട് ഇറ്റ്സ് വെൽ ബാലൻസ്ഡ്. ഒരിക്കലും നമുക്കൊരു ഭയങ്കര ഹെവിനെസ് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ആൻഡ് ഇൻ ഹാൻഡ് ഫീലിംഗ് വളരെ നൈസുമാണ് കേട്ടോ. നമുക്കൊരു ഒട്ടും ഭയങ്കര പ്ലാസ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോണാണ് കൈ പിടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരത്തില്ല. അതേപോലെ വയർലെസ് ചാർജിങ്ങിൽ ഒബ്വിയസ്ലി പ്ലാസ്റ്റിക്. 2 കളറാണ് വരുന്നത്, ഇൻഫെർണോ റെഡും ടൈറ്റേനിയം ക്രോം എന്ന് പറഞ്ഞ 2 കളറാണ് വരുന്നത്. ഇതാണ് കുറച്ചും കൂടി ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എടുക്കുകയാണെങ്കിൽ ഇതെടുത്താൽ മതിയുടെ. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ലൗഡ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ക്യാപ്പിച്ച് തരാം. മുകളിലും ഉണ്ട്, താഴെയുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് കാണണമെങ്കിലോ റീൽസ് കാണണമെങ്കിലോ ഒന്നും ഒരു കുഴപ്പമില്ല. വെരി നൈസ് സ്പീക്കേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് IP65 റേറ്റിംഗ് ആണ്. അതായത് മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. IP68 69 അല്ല, വിച്ച് ഈസ് ലൈക്ക് ഹൈ ഫോഴ്സ്. ഇതിൽ മറ്റേ വെള്ളത്തിൻ്റെ അടിയിൽ എത്രയോ സമയം മറ്റേ സബ്മസീവ് ചെയ്തിരുന്നാലും പ്രശ്നം, അതല്ല. IP65 ആണ് കൊടുത്തിരിക്കുന്നത് കമ്പനി. അതേപോലെ NFC ഇതിൻ്റെ അകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഗൂഗിൾ വാളറ്റ് പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇതിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഐക്യു കേൾക്കണ ഒരു പരിപാടിയാണ് NFC ഉണ്ടോടെ എന്ന് ചോദിക്കുമ്പോൾ NFC ഇല്ല എന്ന് പറയണം. പക്ഷേ ഇതിൽ NFC ഉണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ബെസൽ. നിങ്ങൾ ആ ഡിസ്പ്ലേയുടെ ബെസൽ കണ്ടോടെ. ബെസൽ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഏകദേശം 1.54 മില്ലിമീറ്ററിൻ്റെ അൾട്രാ തിൻ ബെസലാണ് നിങ്ങൾക്ക് ഈ ഫോൺ വഴി കിട്ടണത്. ഇന്നലെ ജിമിട്ട് വേൾ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും സെറ്റായിട്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് പറഞ്ഞത്, വിച്ച് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി. ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ ഗൈസ് 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഡ്യൂറിംഗ് ഗെയിമിംഗ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഡ്യൂറിംഗ്
ഇങ്ങനത്തെ സ്ക്രോളിംഗ് ത്രൂ ആപ്സ് പരിപാടിയിലൊക്കെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസിനെ പറ്റി പറയുകയാണെങ്കിൽ 5500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈ ബ്രൈറ്റ്നസ് മോഡൽ 2000 നിറ്റ്സ് വരെ കയറും. അതായത് വെയിലത്തൊക്കെ ഈ സാധനം യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നവും ഇല്ല. ജിൽ എന്ന് പറഞ്ഞ് ഇനി ഇരിക്കും. നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടേ എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ എല്ലാ OTT പ്ലാറ്റ്ഫോംസിലും HDR10ഉം HDR10+ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ അതേപോലെ PWM ഡിമ്മിങ് നിങ്ങൾക്ക് വരുന്നത്, അതായത് ലോ ബ്രൈറ്റ്നസ് മോഡൽ മറ്റേ സ്ക്രീൻ ഫ്ലിക്കറിംഗ് പരിപാടിയുണ്ട്. ഏകദേശം 4320 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നേരെ ഇവിടെ പോയാൽ ഉണ്ടല്ലോ, ഡെവലപ്പർ മോഡിൽ പോയി കഴിഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. ഇത് കണ്ടാടെ ആൻറ്റി ഫ്ലിക്കറിങ് പരിപാടി. ഇത് കുറച്ചും കൂടെ ഫ്ലിക്കറിങ്ങിനെ ഒഴിവാക്കും കംപ്ലീറ്റ് ആയിട്ട്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ 2 ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഈ ഫോണിലാണ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 ഡ്യുവൽ ചിപ്സെറ്റ് വരുന്നതുകൊണ്ട് എന്താ, ഗെയിമിംഗ് ബട്ടറി സ്മൂത്ത് ആയിട്ട് കിട്ടും. 144 FPS ത്രൂ ഔട്ട് BGMIയിൽ നിങ്ങൾക്ക് ജിൽ എന്ന് പറഞ്ഞ് കിട്ടും. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ദിസ് iQOO Neo 10. പെർഫോമൻസിൻ്റെ രീതിയിലാണെങ്കിലും GPUവിൻ്റെ രീതിയിലാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ചിപ്സെറ്റിനെയും കാട്ടിലും ഫാർ ബെറ്ററാണ് ഈ സാധനം. അത് മാത്രമല്ല സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ ഏകദേശം ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് ഈ ഒരു സാധനത്തിൽ കിട്ടും. റാമിനെ പറ്റി പറയാനാണെങ്കിൽ LPDDR5X Ultra എന്ന് പറയുന്ന റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 4.1 സ്റ്റോറേജ് വേണമെങ്കിൽ. അതുകൊണ്ട് ലോഞ്ചിവിറ്റി പരിപാടി വേർ ആൻഡ് ടയർ പരിപാടിക്കൊന്നും യാതൊരു ടെൻഷൻ വേണ്ട. അതായത് സ്വിച്ചിങ് ബിറ്റ്വീൻ ദി ആപ്സ്, ഫോട്ടോ പ്രോസസ്സിങ്, എല്ലാ കുന്തവും വളരെ മെഗാ ഫാസ്റ്റ് ആയിരിക്കും. സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1നെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനങ്ങൾ തന്നെയാണ്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അത് നമ്മൾ ഗെയിമിംഗ് സമയത്ത് അതിന് നമുക്ക് 3000 ഹെർട്സ് ടച്ച് സാമ്പിളിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം ഇൻ്റർപൊലേഷൻ എന്ന് പറയുന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ 144 FPS ഗെയിം പ്ലേ നിങ്ങൾക്ക് ഈ സാധനത്തിൽ കിട്ടും ഫോർ BGMI. ആൻഡ് 120 FPS ഔട്ട് ഓഫ് ദ ബോക്സ്, അതായത് സ്മൂത്ത് 120 FPS നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള HD ഒക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ 60 FPS ഗെയിമിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. യാതൊരു രീതിയിലുള്ള ത്രോട്ടിലിങ്ങോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 1 hour 2 hour ഒക്കെ ഗെയിം കളിച്ചപ്പോൾ പോലും യാതൊരു രീതിയിലുള്ള ഷട്ടേഴ്സോ ഒരു പിടുത്തോ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് മോർ ഓവർ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു റേ ട്രേസിംഗ് പോലത്തെ ഒരു സാധനവും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നു. സോ BGMI കുറച്ചും കൂടെയൊക്കെ ഒരു ഗെയിം ഗ്രാഫിക്സ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അത് നമ്മുടെ BGMIയും iQOO ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ് ഗൈസ്. ഡിവൈസസിന് വേണ്ടിയിട്ട് ഗെയിമിനെ അങ്ങനെയാണ് അവർ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ iQOO 13 കണ്ടു കഴിഞ്ഞാൽ ബൈപ്പാസ് ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് വെൻ യു ആർ പ്ലഗ്ഡ് ഇൻ നിങ്ങൾക്ക് അധികം ഹീറ്റ് ചെയ്യാതെ, അതായത് ഒരെണ്ണം ഉണ്ടല്ല മറ്റേ പ്ലഗ് ഇൻ ചെയ്തിട്ട് കളിക്കണവന്മാർ, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് 7000 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഫുൾ ചാർജിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാൻ പറ്റും മണിക്കൂറുകൾക്കിൽ. പക്ഷേ എന്നാലും പറ്റൂലല്ലോ, ചാർജ് ചെയ്തിട്ടല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കളിക്കണവന്മാർക്ക് ബൈപ്പാസിങ് ചാർജിങ് കൊടുക്കുന്നതുകൊണ്ട് വലുതായിട്ട് ഹീറ്റപ്പ് ആവുകയോ അല്ലെങ്കിൽ ആ വഴി നിങ്ങൾക്ക് ഗെയിം ത്രോട്ടിലാവുന്ന പരിപാടിയോ ഇതിൽ വരുന്നില്ല. പിന്നെ ആ ഗെയിം മോഡിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. നൈറ്റ് വിഷൻ മോഡുണ്ട്, കുറച്ചും കൂടെയൊക്കെ രാത്രി അങ്ങനത്തെ ഒരു നൈറ്റ് ആയിട്ടുള്ള ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൂട്ടുന്നൊരു പരിപാടി. അതേപോലെ ഇൻ ഗെയിം FPS മീറ്റർ, ഒരുപാട് സാധനങ്ങൾ ആ ഗെയിം ബാറിൽ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇഷ്ടപ്പെടാം. നമുക്ക് കുറച്ചും കൂടെ ഒരു വൈബ്രേഷൻ കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം, സൗണ്ട് എൻഹാൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ഗെയിമിംഗ് പരിപാടികൾ ഈ സാധനത്തുള്ളൂ. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ pro gamer device for all those gamers out there who doesn't want to put a hole on their pocket എന്നാണ് എനിക്ക് പറയാനുള്ളത്. 7000 mAh സിലിക്കൺ ബ്ലൂ വോൾട്ട് ബാറ്ററിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ സ്ലിമ്മസ്റ്റ് ഔട്ട് ദെയർ. 8.02 mm ആണ് വരുന്നത്. 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജർ ഇൻസൈഡ് ദ ബോക്സ് വിച്ച് ഇസ് ഓൾസോ PD ചാർജർ. ഞാൻ നേരത്തെ നമ്മൾ അൺബോക്സിങ് കണ്ടതാണ്. PD ചാർജർ, അതായത് നിങ്ങൾക്ക് Intel Evo സപ്പോർട്ടഡ് ആയിട്ടുള്ള മാക്ബുക്ക് എയറിലൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട്. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പും ഫോണ് ടാബ്ലറ്റ് എന്തൊക്കെ വേണം അതെല്ലാം പവർ ഡെലിവറി ചാർജർ വെച്ച് അത് ചെയ്യാൻ. ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. ബാക്കിയുള്ളവന്മാരൊക്കെ ഇപ്പോഴും അത് തരുന്നില്ല. വലിയ വില കൊടുക്കണ കമ്പനികൾ പോലും തരാത്ത പരിപാടിയാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് തിങ്. ഏകദേശം വിത്തിൻ ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്ത് സാധനം കിട്ടും. അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. വയർലെസ് ചാർജിങ് ഇല്ല ഒബ്വിയസ്ലി. സോ പിന്നെ USB 2.0 ആണ്, 3.2 അല്ല. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഫുൾ ചാർജിൽ BGMI കുറേ നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫുൾ ചാർജിൽ തന്നെ നിങ്ങൾക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ സില്ലിയായിട്ട് നടക്കും. 1 day ബാറ്ററി ലൈഫ് ഈസ് ഈസിലി കിട്ടും. 7000 mAh 1.5 day നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് അത് മാറും.
ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ യൂസേജ്. എനിക്ക് അതിങ്ങനെ ഇത് ഇത്ര മണിക്കൂർ എന്ന് എനിക്ക് പറയാൻ പറ്റൂല, ബിക്കോസ് ഒബ്വിയസ്ലി ഓരോ ആൾക്കാർ ഓരോ രീതിയാണ്. പ്രോ ഗെയിമേഴ്സൊക്കെ 5 മണിക്കൂറൊക്കെ ഗെയിം കളിക്കണവന്മാരുണ്ട്, അവർക്ക് വേറെ ലെവൽ ഓഫ് ബാറ്ററി ലൈഫ് ആയിരിക്കും. ഒരു കാഷ്വൽ യൂസറിന് വേറൊരു സാധനമായിരിക്കും. നിങ്ങൾ മൾട്ടിമീഡിയ കൺസപ്ഷൻ ആണെങ്കിൽ അത് വേറൊരു ബാറ്ററി ലൈഫ് ആയിരിക്കും തരാൻ പോകുന്നത്. സോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾ നോക്കേണ്ടത്. ബട്ട് എനിവേസ് വിത്ത് 7000 mAh ബാറ്ററി വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ് ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ഓൾസോ ദർ. സോ നിങ്ങൾക്ക് ഒരിക്കലും ഔട്ട് ഓഫ് ബാറ്ററി സിറ്റുവേഷൻ ഇത് വെച്ച് വരില്ല. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 2 സെൻസേഴ്സ് ആണ് വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് വേണ്ടാത്തൊരു സാധനമാണ്, അത് എന്തിനാണ് വെക്കുന്നത് എനിക്കും അറിഞ്ഞുകൂടാ. അതിന് പകരം വല്ല 2x ഒപ്റ്റിക്കലും കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. എന്നാൽ പോലും നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ OIS വരുന്ന ഒരു ക്യാമറ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് പോർട്രേറ്റ് മോഡ്സ് ഓൺ 1x ആൻഡ് 2x. ആക്ച്വലി 1.5x എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് മോർ ഓവർ നമുക്ക് പിന്നെ 4K 60 FPS സപ്പോർട്ട് ബാക്ക് ക്യാമറയിൽ വീഡിയോയിൽ വരുന്നുണ്ട്. ഈ കാണുന്നത് ഐക്യു നിയോ 10ൻ്റെ ബാക്ക് ക്യാമറ 4K 60 FPS ഫുട്ടേജ് നിന്നിപ്പിൽ 2x സൂമിൻ ചെയ്യാം. പിന്നെ ഈ സാധനം വെച്ച് അൾട്രാ വൈഡ് വെച്ചിട്ട് 4K റെക്കോർഡിംഗ് ഇല്ല, ബിക്കോസ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാണ്. സോ ഇതാണ് ക്വാളിറ്റി. നമ്മുടെ ലൈറ്റ് ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കിട്ടും, നേരെ ലൈറ്റ് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതെടുത്തിരിക്കുന്നത് ഐക്യു നിയോ 10ലാണ് ഗൈസ്. ഓക്കെ, പിന്നെ എടുത്ത് പറയാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോ വരെ ഫ്ലാഗ്ഷിപ്പ് നൈസ് അൽഗോരിതമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സോ വെൻ യു ആർ ടേക്കിംഗ് പോർട്രേറ്റ് മോഡ്സ് ഇറ്റ് വിൽ ബി ലൈക്ക് പ്രിറ്റി നൈസ്. വിവോ വരെ പരിപാടി ആയതുകൊണ്ട് വിവോ ടേക്ക് സം റിയലി നൈസ് പോർട്രേറ്റ്. സോ അതിൻ്റെ ഒരു ഇത് കുറച്ച് ഇവരും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി ഗുഡ്. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. ഇറ്റ് ക്യാൻ ടേക്ക് സം റിയലി നൈസ് സെൽഫീസ്, റിയലി നൈസ് പോർട്രേറ്റ് സെൽഫീസ്. പിന്നെ 4K 60 FPS സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയിൽ ഉണ്ട്. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് ഐക്യു നിയോ 10ൻ്റെ ഫ്രണ്ട് ക്യാമറ 4K 60 FPS ഫുട്ടേജാണ് നിങ്ങൾ കാണുന്നത് ഔട്ട്ഡോറിൽ. വൈകുന്നേരം ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വെളുത്ത് വന്ന് വിളിവിളാന്നിരിക്കും, പക്ഷെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ലിറ്റപ്പ് ആവുന്നുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി എഗെയിൻസ്റ്റ് ദ ലൈറ്റ് ഇങ്ങനെ വരും. 4K 60 FPS ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ ഓൺ ഐക്യു നിയോ 10. പിന്നെ OIS വരുന്നത് കൊണ്ട് നമുക്ക് സൂപ്പർ നൈറ്റ് മോഡ് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാം. സോ OIS ഉള്ളതുകൊണ്ട് അധികം ഷേക്കി ആയിരിക്കില്ല നമ്മുടെ സംഭവം. സോ ഇറ്റ് വിൽ ടേക്ക് സം റിയലി നൈസ് നൈറ്റ് ഫോട്ടോഗ്രാഫി ആസ് വെൽ. AI പറ്റി പറയാനാണെങ്കിൽ എല്ലാ പരിപാടികളും ഉണ്ട്. AI ആൾക്കാരെ റിമൂവ് ചെയ്യൽ, AI ടെക്സ്റ്റ്, AI കോൾ ട്രാൻസ്ലേഷൻ, AI ഇമേജ് എക്സ്പാൻഡർ, അതായത് ഒരു എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന പരിപാടി ഇമേജിന്. പിന്നെ സർക്കിൾ ടു സെർച്ച്, ജെമിനി തുടങ്ങിയ സകല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ AI പരിപാടികൾ ടേക്കൺ കെയർ ഓഫ് ഗൈസ്, ഡോണ്ട് വെറി. മറ്റേ AI കട്ടൗട്ടൊക്കെ ഉണ്ട്, മറ്റേ നമ്മളൊരു സാധനം ലോങ് പ്രസ് ചെയ്തിട്ട് നമ്മളെ മാത്രം എടുത്തിട്ട് വാട്സാപ്പിൽ സ്റ്റിക്കർ അയക്കുന്ന പരിപാടിയുണ്ട്, അതുണ്ട്. എല്ലാം ഉണ്ട്, AI എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. AI പരിപാടികളൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്ററാണ് ബിക്കോസ് ഓഫ് ദ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8s Gen 4. അത് തന്നെ AIക്ക് വേണ്ടിയിട്ട് അവന്മാർ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സോ അത് കുറച്ചും കൂടെ ഫാസ്റ്ററാണ് ഈ ഫോണിൽ. ഞാൻ ഫൺ ടച്ച് OS ആണ് വരുന്നത്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഫോൺ തരുന്നത്. പിന്നെ 24 ആൻറ്റിനാസ് ഉണ്ട് ഓൾ അറൗണ്ട് ദ ഫോൺ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചാലും നല്ല രീതിയിൽ റേഞ്ച് കിട്ടും. പിന്നെ നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ Wi-Fi 7 ആണ് കൊടുത്തേക്കുന്നത്. Wi-Fi 7, നോട്ട് ഈവൻ 6E, Wi-Fi 7 ആണ് വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് 5.4 ആണ് തന്നിരിക്കുന്നത്. പിന്നെ 16 5G ബാൻഡ് ഉണ്ട്. എല്ലാ സാധനവും കിട്ടും, ഏത് സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല റേഞ്ച് നിൽക്കും. നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുകയാണ്, നിങ്ങളൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോൺ നോക്കുകയാണ്, നിങ്ങൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ്, സ്ലിമ്മസ്റ്റ്, ബാറ്ററി ലൈഫ് ഉള്ളസ്റ്റ്, ഡിസ്പ്ലേ നല്ലതായിസ്റ്റ് ഒക്കെ, NFC ഉള്ളസ്റ്റ്, ഫാസ്റ്റ് ചാർജിങ്, PD ചാർജ് ഉള്ളസ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നോക്കാം. 4 വേരിയൻസ് ആണ് പറഞ്ഞത്. 8GB 128, 8GB 256, 12GB 256, 16GB 512. അതിൽ ആ 12GB 256 ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലാത്തതിൻ്റെയൊക്കെ പ്രൈസിങ് ഏകദേശം ഇതുപോലെയാണ്. ഈ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള 8GB 128 നിങ്ങൾക്ക് അണ്ടർ 30K നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഗെയിമിങ്, ബാറ്ററി ലൈഫ്, അത്യാവശ്യം നല്ല ക്യാമറ, നല്ല കിടിലൻ ഡിസ്പ്ലേ, NFC ഒക്കെ ഉള്ള വെച്ചിട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ ചോയ്സസ് ടു യു. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ബോ അടിപൊളി ഫോണാണ്, ഒന്നും പറയാനില്ല. ബാക്കി നിങ്ങൾ മേടിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഡെഫിനറ്റ്ലി താഴെ പറയുക, ബിക്കോസ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡു ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ, ബൈ ബൈ, ടാറ്റാ.